ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. വളരെ ചുരുക്കിയിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. റെസിപ്പീസും പിന്നെ ഒരു അടിപൊളി സാൻഡ്വിച്ച് റെസിപ്പി കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. വീഡിയോ മുഴുവനായിട്ട് കാണാം. ആദ്യം തന്നെ രാവിലെ തന്നെ ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ദോശ മാവ് കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. പിന്നെ ബീഫ് ഫ്രൈ ഉണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് 11 മണിയാകുമ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും ജ്യൂസ് അടിച്ച് കൊടുക്കും. ഇന്ന് അവക്കാഡോ ജ്യൂസാണ് കേട്ടോ അടിക്കുന്നത്. ഇത് എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും, എന്നാലും ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പൾപ്പ് മാത്രം എടുത്ത് മാറ്റുന്നുണ്ട്. നല്ല പഴുത്ത അവക്കാഡോ നോക്കിയിട്ട് തന്നെ എടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കട്ടപ്പാലിലോ അല്ലെങ്കിൽ സാദാ പാലിലോ അടിക്കാവുന്നതാണ്. ഞാനിവിടെ ലൂസ് പാലിൽ തന്നെയാണ് കേട്ടോ അടിക്കുന്നത്, കട്ടപ്പാലില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇത് എല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ അവോക്കാഡോ പൾപ്പിട്ട് കൊടുക്കുക. അതിലേക്ക് അരയാൻ ആവശ്യത്തിന് മാത്രം പാലൊഴിച്ച് കൊടുക്കുക. ആദ്യം കുറച്ച് പാലൊഴിച്ച് കൊടുക്കുക കേട്ടോ, എന്നിട്ട് ബാക്കിയുള്ള പാല് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഇതിന് ടോട്ടലി 2.5 കപ്പ് പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. 5 ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ കറക്റ്റ് മധുരമാണ് കേട്ടോ 5 ടേബിൾ സ്പൂണ് 2.5 കപ്പിന്. ഇത് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. കുറച്ച് പാലിട്ട് അടിച്ചതിന് ശേഷം മാത്രം ബാക്കി പാലിട്ട് കൊടുത്താൽ മതിയേ. ഇനി ഇതിലേക്ക് ബാക്കി പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ അടിച്ചെടുക്കുക. ഞാൻ കുറച്ച് നട്ട്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒന്ന് കടിക്കാൻ പാകത്തിനാണ്. ആദ്യം തന്നെ നട്ട്സ് ഇട്ട് കൊടുക്കണ്ട, അപ്പോൾ കൂടുതൽ അരഞ്ഞു പോകും. ഇതുപോലെ രണ്ടാമത് പാല് ചേർത്ത് കൊടുക്കുമ്പോൾ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ വലിയ വലിയ പീസായിട്ട് തന്നെ കിട്ടും. നല്ലപോലെ അരയണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം. പക്ഷെ ഇങ്ങനെ കഴിക്കുന്നതായിരിക്കും നല്ലത്. ഇടയിലൊന്ന് നല്ലപോലെ ഒന്ന് കടിക്കാൻ കിട്ടുന്നതായിരിക്കും നല്ലത്. ഇനി രണ്ടാൾക്കും കൂടി കുടിക്കാൻ കൊടുക്കുകയാണ്. ജ്യൂസ് അല്ലെങ്കിൽ ബൂസ്റ്റോ ഹോർലിക്സോ അങ്ങനെ എന്തെങ്കിലുമാണ് കേട്ടോ കൊടുക്കാറ്. മുഴുവനായിട്ടൊന്നും കുടിക്കില്ല കേട്ടോ, എന്നാലും 1/2 ഗ്ലാസ് വരെ കുടിക്കും. പിന്നെ ഉച്ചക്കത്തെ റെസിപ്പീസാണ് കേട്ടോ കാണിക്കുന്നത്. നെയ്ച്ചോറ് ചിക്കൻ കറിയാണ് കേട്ടോ ഉച്ചക്ക് ഉണ്ടാക്കിയിട്ടുണ്ടത്. അപ്പോൾ ചിക്കൻ കറിയാണ് കേട്ടോ ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കുന്നത്. ആദ്യം 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 മീഡിയം സൈസ് സവാളയും 4 മീഡിയം സൈസ് തക്കാളിയും ഇട്ട് കൊടുക്കുക. പിന്നെ 3 പച്ചമുളകും കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി കൂടുതലെടുക്കുക, ഉള്ളി കുറവെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാൻ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി, ലാസ്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് കുക്കായി വരണം. അതിന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഈ തക്കാളി ഉള്ളിയൊക്കെ നല്ലപോലെ കുക്കായി വരണം, അതുവരെ വേവിച്ചെടുക്കണം. കുക്കറിലാണെങ്കിൽ ഒരു വിസിൽ വരുന്നത് വരെ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ നല്ലപോലെ കുക്കായി കിട്ടും. ഇത് നല്ലപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് അടച്ചു കൊടുക്കുക. കറിയിൽ ഉള്ളിയും തക്കാളിയും ഒന്നും കാണാത്തതാണ് നല്ലത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി പേസ്റ്റും 1/2 ടേബിൾ സ്പൂണ് ഇഞ്ചി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് വേണം ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. അതിലൂടെ 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടിയും 1 ടീസ്പൂണ് മല്ലിപ്പൊടി 1 ടീസ്പൂൺ മതി. പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും 1/2 ടീസ്പൂണ് മുതൽ 1 ടീസ്പൂൺ വരെ ഗരം മസാലയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ വീട്ടിൽ നിന്ന് പൊടിക്കുന്ന ഗരം മസാല ആണെങ്കിൽ 1/2 ടീസ്പൂൺ വരെ മതിയാകും. പക്ഷേ കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. ചിക്കൻ്റെ അളവ് പ്രത്യേകിച്ച് എനിക്കറിയില്ല, എന്നാലും ഒരു 10-12 പീസിന് ചിക്കൻ ഉണ്ടാവും. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചിക്കനിൽ മസാല നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയേ. ഇപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ലാസ്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി വെള്ളം. നല്ല എത്രമാത്രം ഗ്രേവി വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇത് കുക്കായി വരുമ്പോഴത്തേക്കും ഇതിൽ വെള്ളം കുറച്ചും കൂടി വറ്റും കേട്ടോ. അപ്പോൾ 1.5 ഗ്ലാസ് വരെ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണേ. ഇത് നല്ലപോലെ കുക്കായി വരുന്നുണ്ട്. അടച്ചു വെച്ചിട്ട് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കണേ. ചിക്കൻ പെട്ടെന്ന് കുക്കായി കിട്ടും കേട്ടോ. ഉള്ളിയും തക്കാളിയും ഒന്ന് കുക്കായി കിട്ടാനേ കുറച്ച് ടൈം എടുക്കും. ഇനി ഇതിലേക്ക് ലാസ്റ്റ് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക. ചിക്കൻ നല്ലപോലെ
കുക്കായതിന് ശേഷം മാത്രം മല്ലിയില ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി മല്ലിയില ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ചിക്കൻ കറിയാണ് കേട്ടോ ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് നെയ്ച്ചോറാണ് കേട്ടോ. നെയ്ച്ചോറ് എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി തന്നെയാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീയും 2 ടേബിൾ സ്പൂൺ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ബേ ലീഫും, വലിയ ബേ ലീഫാണ് കേട്ടോ, പിന്നെ ഒരു 4 ഏലക്കായ, 5 ഗ്രാമ്പു, ഒരു 3-4 ചെറിയ പീസ് പട്ട കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അപ്പം തന്നെ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം. പിന്നെ സവാള ചേർക്കുമ്പോൾ കൂടുതൽ ചേർക്കരുത്, കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ജസ്റ്റ് ഒരു ചെറിയൊരു ടേസ്റ്റിന് വേണ്ടി. കൂടുതലാകുമ്പോൾ നെയ്ച്ചോറിൻ്റെ ടേസ്റ്റ്, ഒരു സവാളയുടെ ടേസ്റ്റ് ഒന്ന് മുന്നിട്ട് നിൽക്കും. പിന്നെ ഈ സവാള ചേർത്തതിന് ശേഷം ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആകുന്നതിന് മുന്നേ തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുക. കളറൊന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയാൽ മതി. ഒരുപാട് ചേഞ്ച് ആയി കഴിഞ്ഞാൽ നമ്മുടെ നെയ്ച്ചോറിൻ്റെ വൈറ്റ് കളർ പോവും, നല്ലൊരു വൈറ്റ് കളർ കിട്ടില്ല. അപ്പോൾ ചെറിയൊരു കളർ ചേഞ്ച് ആവും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുക. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്ച്ചോറ് കിട്ടും. ഇതിലേക്ക് 4 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം എന്നാണ് ഈ അരിയുടെ അളവനുസരിച്ചിട്ട് വേണ്ടത്. നിങ്ങൾ എടുക്കുന്ന അരിയുടെ അളവനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ലെമൺ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണേ. ഉപ്പ് ചെറുതായിട്ടൊന്ന് മുന്നിട്ട് നിൽക്കുന്ന വിധത്തിൽ വേണേൽ ചേർത്ത് കൊടുക്കാൻ. ഇനി വെള്ളം നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കുക. ജീരകശാല അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്തെടുക്കാൻ. നല്ലപോലെ ഒന്ന് കുക്കായി വരട്ടെ. ലെമൺ ജ്യൂസ് എന്തായാലും ചേർത്ത് കൊടുക്കുക. ഞാൻ ചേർക്കുന്നത് കാണിക്കാൻ വിട്ടുപോയതാണ്, എന്നാലേ നമ്മുടെ ചോറ് നല്ല വിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതാ ഇടയ്ക്കിടെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. നല്ല കുക്കായി വരുന്നുണ്ട്. അപ്പോൾ ഇതാ ചോറ് ഇവിടെ റെഡി ആയിട്ടില്ല, കുറച്ചുകൂടി വെള്ളം വറ്റാനുണ്ട്. അത് കുറച്ച് സമയം കൂടി അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉച്ചക്കത്തെ ഫുഡാണ് കേട്ടോ നെയ്ച്ചോറ് ചിക്കൻ കറിയും. അപ്പോൾ ഇത് ചിക്കൻ ഫ്രൈയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതൊന്നും പ്രത്യേകിച്ച് കാണിക്കാതിരുന്നതാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് ടൈം ഒന്ന് വൈകുന്നേരം ഈ വെയിലൊക്കെ ഒന്ന് പോയതിന് ശേഷം പുറത്തൊക്കെ ഒന്ന് നടക്കാനിറങ്ങും. ദിവസമൊന്നും ഇറങ്ങില്ല കേട്ടോ, ഓരോ ദിവസം മാത്രം. അപ്പോൾ ഇതാ പുറത്തൊക്കെ കുട്ടികൾ കളിക്കുകയാണ് പുറത്തുനിന്ന്. അതിന് ശേഷം മാത്രമേ ചായക്കുള്ള കടികൾ ചായയൊക്കെ ഉണ്ടാക്കാറുള്ളൂ. ലേറ്റായിട്ടാണ് ചായയെല്ലാം കുടിക്കാറ്. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയാൽ മതി. 6 മണിയാകും കേട്ടോ ചായയൊക്കെ കുടിക്കാൻ. ഇപ്പോൾ ഇതാ നെഗറ്റ്സ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നെഗറ്റ്സ് വെച്ചിട്ടാണ് ഞാൻ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ് കേട്ടോ ഇത്. ഞാൻ നെഗറ്റ്സ് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇടുന്നുണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക, എന്നാലേ ഉള്ളൊക്കെ നല്ലപോലെ കുക്കായി കിട്ടും. ഇത് നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. ഇത് നഗറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉള്ളൊക്കെ നല്ലപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് സാൻഡ്വിച്ചിലേക്ക് നിങ്ങൾക്ക് ഇതുപോലെ ഡയറക്റ്റായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്, അങ്ങനെ വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ വെക്കുന്നത്. ഡയറക്റ്റ് വെക്കുന്നത് ഒന്നും കൂടി നല്ലതായിരിക്കും. ഞാൻ കുട്ടികൾക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെക്കുന്നത്. അപ്പോൾ ഇതാ എല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത്രയും വേണ്ട കേട്ടോ, 3 പീസ് മതിയാകും 2 സാൻഡ്വിച്ചിലേക്ക്. അപ്പോൾ ഇതാ 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക. കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ സൈഡൊക്കെ കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ തന്നെ കഴിക്കുന്നുണ്ടെങ്കിൽ കഴിക്കുകയും ചെയ്യാം. കുട്ടികൾ അങ്ങനെ കൊടുക്കുമ്പോൾ കഴിക്കുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ സൈഡ് കട്ട് ചെയ്യുന്നത്. പിന്നെ ലെറ്റ്യൂസും കൂടി എടുക്കുന്നുണ്ട്. ഇനി ഒരു ബ്രെഡ് സ്ലൈസ് എടുക്കുക. അതിലേക്ക് ആദ്യം തന്നെ മയോണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മയോണൈസ് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇവർക്കൊക്കെ നല്ലപോലെ മയോണൈസ് വേണം, അതുകൊണ്ട് കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ലെറ്റ്യൂസ് കൂടി വെച്ച് കൊടുക്കുക. എത്രമാത്രം വേണോ അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക.
ഇതിലേക്ക് ഒരു ചീസ് സ്ലൈസും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന്മേലെ നമ്മുടെ നഗറ്റ്സ് കട്ട് ചെയ്തത് വെച്ച് കൊടുക്കാം. ഫുൾ കവറാവുന്ന വിധത്തിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതിന്മേലെ ഞാൻ കുറച്ച് ഓണിയൻസും കൂടി കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഇത് സവാള കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന്മേലെ ഒരു ബ്രെഡ് സ്ലൈസിൽ മയോണൈസ് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതും കൂടി മേലെ കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പതിയെ ഒന്ന് പ്രസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ 2 പീസായിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ് കേട്ടോ. ചിക്കൻ ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് വെച്ച് കൊടുത്താലും മതി, എന്നാലും നല്ല ടേസ്റ്റാണ്. നമ്മുടെ ബർഗറിൻ്റെ ഒക്കെ ആ ടേസ്റ്റിൽ തന്നെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ചായ കൂടിയും സാൻഡ്വിച്ചൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞു. ഇനി പിന്നെ ഞങ്ങൾ ഒരു ഷോപ്പിങ്ങിൽ പോവുകയാണ് കേട്ടോ. ഞങ്ങൾ ആദ്യം തന്നെ ലുലുവിലും റാക്ക്മാളിലൊക്കെയാണ് കേട്ടോ പോയത്. പിന്നെ അവിടെ നിന്നൊന്നും വീഡിയോ എടുത്തിട്ടില്ല, അവിടെ വീഡിയോ അലൗഡല്ല. അതുകൊണ്ട് പിന്നെ മാക്സിലേക്കാണ് കേട്ടോ പോയത്. അവിടുത്തെ ഷോപ്പിംഗ് വീഡിയോസാണ് കേട്ടോ. അത് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഇതിൽ കാണിച്ചാൽ വീഡിയോ ഭയങ്കരമായിട്ട് ലെങ്ത്തായി പോവും. അതുകൊണ്ട് അതിൻ്റെ ഷോപ്പിംഗ് വീഡിയോസൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരും.